ചങ്ങായിമാരെ നമ്മൾ ആർപി ഹുസൈന്റെ ചൊറിച്ചിലുണ്ടല്ലോ, ആ ചൊറിച്ചിൽ ഈ അടുത്ത കാലത്തൊന്നും തീരൂല കേട്ടോ. ഈ സംഖ്യക്കും സംഖ്യയുടെ മൂട് താങ്ങി ഈ ആർപി ഹുസൈനിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ദേഷ്യാരോട് അറിയാം, നമ്മളെ ദിവ്യേസ് അയ്യരോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. അതിന് കാരണം നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ. കുറച്ച് ദിവസം മുന്നേ ജിഹാദിനെ കുറിച്ച് ദിവ്യേസ് അയ്യർ വളരെ മനോഹരമായിട്ട് സംസാരിച്ചിരുന്നല്ലോ. അതിനുശേഷം സംഖ്യക്കും സംഖ്യയുടെ മൂട് താങ്ങിയായ ഈ ആർപി ഹുസൈനൊക്കെ ഉണ്ടല്ലോ, ദിവ്യേസ് അയ്യരോട് ഭയങ്കര കുരുപൊട്ടലാവുന്നു. അങ്ങനെ ഇന്നലെ വിസർജന ടിവിയിൽ നടന്നൊരു ചർച്ചയിൽ ഈ ആർപി ഹുസൈൻ ദിവ്യേസ് അയ്യരെ അവമാനിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിവരമുള്ള ആൾക്കാർ വിവരമുള്ള കാര്യങ്ങൾ പറയുമ്പോഴല്ല, വിവരമില്ലാത്ത ഇവനെ പോലത്തെ നന്നാറികളുണ്ടല്ല, ആ നന്നാറികൾക്ക് നല്ലോണം കുരുപൊട്ടു. നമുക്കെന്തായാലും കുരുപൊട്ടി നന്നാറി ആർപി ഹുസൈൻ ഇന്നലെ ദിവ്യേസ് അയ്യരെ കുറിച്ച് എന്താണ് പറഞ്ഞത് കേട്ടിട്ട് വന്നാലോ. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ അദ്ദേഹം തന്നെ തന്നിട്ടുണ്ട്. യെസ്, ഞാന് കേൾക്കാലോ അല്ലെ? ഓക്കെ, ഞാന് ഇതൊന്ന് ചുരുക്കി ഈ വിഷയം ഒന്ന് ബ്രീഫായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് പറയാന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ആളുകൾക്ക് ഇതാകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ എനിക്കൊരു 5-8 മിനിറ്റെങ്കിലും തരേണ്ടി വരുന്നതാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തത് ഞാൻ ഈ ഒരു ഇന്നത്തെ ഈ ഒരു ജിഹാദി ആക്രമണം അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ദിവ്യ IAS വേണ്ടിയിട്ടാണ്. ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നതാണ് എന്ന് പഠിപ്പിച്ച ആ മഹാമനസ്കത ആണ് എന്ന് പറഞ്ഞ ആ ദിവ്യ IAS വേണ്ടിയിട്ട് ഞാൻ ഈ ജിഹാദി ഭീകരാക്രമണത്തെ സമർപ്പിയാമി. നിങ്ങൾ അത് ഏറ്റെടുക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന ജിഹാദിനെ കുറിച്ചുള്ള നന്മ വാഴ്ത്തുകൾ അതെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് അടുത്ത വിമാനം പിടിച്ച് നേരെ ഈ പറയുന്ന ഓസ്ട്രേലിയയിലേക്ക് പോയി ഇനിയും പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന ആളുകളുണ്ട്, അവരെ പോയി ഉത്ബോധിപ്പിക്കണമെന്നാണ് ദിവ്യ IAS എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ കണ്ട നമ്മൾ ആർപി ഹുസൈന് ദിവ്യേസ് അയ്യരോടുള്ള കുരുപൊട്ടിലുണ്ട എത്രമാത്രം മനോഹരമാണ് നമ്മൾ ആർപി ഹുസൈന്റെ കുരുപൊട്ടിൽ കാണാൻ വേണ്ടിട്ട്. എന്റെ ആർപി ഹുസൈനെ ഏതെങ്കിലും കുറച്ച് തീവ്രവാദികൾ എന്തെങ്കിലും ചെറ്റത്തരം കാണിച്ചു വെച്ചിട്ട് അതൊക്കെ ഖുർആന് പറഞ്ഞതാണ്, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം പറയാൻ വേണ്ടിട്ട് കുറച്ചെങ്കിലും ഉളുപ്പുണ്ട് എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ സംഘികൾ പശുവിന്റെ പേരിൽ എത്രമാത്രം അന്യമതസ്ഥരെ ഉപദ്രവിക്കുന്നുണ്ട്, അവർ ഇല്ലാതാക്കുന്നുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം വന്നിട്ട് പറഞ്ഞോ അതൊക്കെ ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ടെന്ന്? അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താണെന്നറിയാം, അതാണ് അവരുടെ അന്തസ്, അതാണ് അവരുടെ വിവരം. നിനക്കില്ലാതെ പോയതും ഈ അന്തസ്സും വിവരവും എല്ലാമാണ്. ഇവനെ പോലെയുള്ള നന്നാറികൾക്കുണ്ടല്ല ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ല, അത് മുസ്ലിമിന്റെ പേരിലും ഖുറാന്റെ പേരിലും കെട്ടിവെക്കണം. പക്ഷെ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടല്ല, അതൊന്നും ഈ നന്നാരി സർവത്തിന്റെ വായിന്ന് ഒരിക്കലും വീഴൂല. നമുക്കിനി ഈ നന്നാരി സർബത്ത് അടുത്തതായിട്ട് എന്ത് പച്ചക്കള പറഞ്ഞ് കേട്ടിട്ട് വന്നാലോ. നമ്മളിപ്പോ ഇന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത്, ഇതുപോലെ ആളുകൾ കൊല്ലപ്പെട്ടതുകൊണ്ടാണ്. ഇതിപ്പോ ഡിസംബർ 14-ന് ഇത് പൊട്ടിയത്. ഇന്ന് നമ്മൾ 15-ന് ഇരിക്കുന്നു. ഡിസംബർ 12-ന് ജർമ്മനിയിൽ ഇതേപോലെ ഒരു ഇമാമിനെയും 4 കൂട്ടാളികളെയും കൂടി അറസ്റ്റ് ചെയ്തു. ജർമ്മനിയിൽ അവർ പ്ലാൻ ഇട്ടിരുന്നത് ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റാനും അവിടെ പോയി വെടിവെച്ച് കുറേണത്തിന് ഇതുപോലെ കശാപ്പ് ചെയ്യാനുള്ള ജിഹാദി പ്രവർത്തനം തന്നെയാണ് അവരും പ്ലാൻ ഇട്ടിരുന്നത്. അപ്പൊ അവരും അവിടെ ഈ ജയിലിൽ കഴിയുന്നുണ്ട്. അങ്ങോട്ടേക്കും ഇത് കഴിഞ്ഞിട്ട് ദിവ്യ IAS പോകാം, എന്നിട്ട് അവിടെ പോയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാം. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എന്റെ ആർപി ഹുസൈനെ എനിക്ക് പറയാനുള്ളതല്ല ദിവ്യേസ് അയ്യരോടല്ല, പച്ചക്കള്ളം പറയുന്ന നിന്നോടാണ്. നീ ഇപ്പൊ ഒരു പച്ചക്കള്ളം പറഞ്ഞില്ലേ, ജർമ്മനിയിൽ അക്രമം നടത്താൻ നോക്കിനി ഇമാമിനെയും കുറച്ച് ആൾക്കാരെയും പിടിച്ചിരുന്നു. എന്റെ ആർപിക്ക് കുറച്ചു കാലം മുന്നേ നീ എന്താ പറഞ്ഞു കിടന്നെന്നറിയാം? ജർമ്മനിയിൽ അക്രമം നടത്തിയതിന് ഒരു മുസ്ലിമിനെ പിടിച്ചെന്നാണ് കുറച്ചു കാലം മുന്നേ നീ പറഞ്ഞത്. പക്ഷെ അന്ന് ശരിക്കും അറസ്റ്റ് ചെയ്തത് ആരെയാണെന്നറിയോ? നിന്റെ ടീമിനാ. നിന്നെപ്പോലത്തെ ഒരു നിരീശ്വരവാദിയായിരുന്നു അന്ന് ജർമ്മനിയിൽ അക്രമം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ നീ നിന്റെ ചാനലിലും ഇതുപോലെ വിസർജനം TV പോയിട്ട് പറഞ്ഞത് മൊത്തം ഉണ്ടല്ല, അന്നൊരു മുസ്ലിമിനെയാണ് പിടിച്ചത്, അതൊരു മുസ്ലിമാണെന്നും പറഞ്ഞ് ഇങ്ങനെ അടിച്ചളക്കിനി. പക്ഷെ ആ സത്യം പുറത്തു വന്നതിന് ശേഷം നീ ഒരു അക്ഷരം മിണ്ടില്ല പരനാറി ആർപിക്ക്. അതിനുശേഷമാണ് ഈ ആർപിക്ക് ആ പച്ചക്കള്ളം മല്ലി ഇപ്പൊ ഈ പുതിയ ഉടായിപ്പായിട്ട് ഇറങ്ങിയത്, ഇമാമിനെയും കുറച്ച് ആൾക്കാരെയും ജർമ്മനിയിൽ അറസ്റ്റ് ചെയ്തതെന്ന്. ഉളുപ്പില്ലേ, നാണമില്ലേ, മാനമില്ലേ ആർപിക്കെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എനക്ക് കുറച്ച് ഉളുപ്പുള്ളതുകൊണ്ട് ഞാൻ ആ ചോദ്യം നിന്നോട് ചോദിക്കുന്നില്ല. നമുക്ക് ഈ നന്നാരുടെ അടുത്ത തള്ളു കേട്ടിട്ട് വരാം. രണ്ടാമത്തത് ലാലി PM പോലെയുള്ള കുട്ടികളുടെ പേര് വായിക്കാൻ വെമ്പി നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അവരിങ്ങനെ എവിടെ കുട്ടികൾ പ്രത്യേകിച്ച് ഇങ്ങനെ എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കുട്ടികൾ എവിടെയൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പേരൊക്കെ ചാടി കയറി വിളിച്ച് കൂവുക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു അവരുടെ ഒരു ഹോബിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ ഒക്കെ എടുത്ത് കഴിയുന്നതിന്റെ ഗ്യാപ്പിൽ ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കുട്ടിയുടെ പേര് ഞാൻ പറയും. ഒരു കുട്ടിയുടെ പേരാകുമ്പോഴെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. കാരണം സുഡാനിലും നൈജീരിയയിൽ കുട്ടികളുടെ പേരിന്റെ എണ്ണം കൂടി എന്നതിന്റെ പേരിലാണ് അവർക്ക് വായിക്കാൻ പറ്റാഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു കുട്ടിയുടെ പേരുള്ള ആ പേരൊന്ന് വായിക്കണം. കുട്ടിയുടെ പേര് മെറ്റിൽഡ എന്നാണ്. വയസ്സ് 10 വയസ്സാണ്. എഞ്ചിനീയറോ ഡോക്ടറോ ആവേണ്ട കുട്ടിയായിരുന്നു, കൊല്ലപ്പെട്ടതാണ്. ഇന്നലെ ഒരു ജിഹാദി ഭീകരൻ, ഒരു മുസ്ലിം ഒരു ഭീകരനാണ് വെടിവെച്ച് കൊന്നത്. അപ്പോൾ ആ കുട്ടിയുടെ പേരൊന്ന് വായിച്ച് കനിയണം എന്നാണ് എനിക്കൊന്ന് അഭ്യർത്ഥിക്കാനുള്ളത്. ആ അക്രമിനല്ലേ ഈ ആർപിക്ക് പെട്ടെന്ന് മുസ്ലിമാന്ന് പറഞ്ഞു. പക്ഷെ ആ അക്രമിനെ കീഴ്പ്പെടുത്തുകയും ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷപ്പെടുത്തുകയും ചെയ്ത ആ ഒരു മനുഷ്യനുണ്ടല്ല, ആ മനുഷ്യന്റെ പേര് ഈ നന്നായി പറഞ്ഞതേ ഇല്ല. അഹമ്മദ് അൽ അഹമ്മദ് എന്ന ആ ധീരന്റെ പേര് നീ പറയില്ലാന്ന് എനിക്കറിയാം ആർപിക്ക്.
അദ്ദേഹത്തിന്റെ പേരുണ്ടല്ല നിന്റെ ഈ വൃത്തികെട്ട വായിന്ന് പുറത്ത് വരുവും വേണ്ട. പിന്നെ നീ ഇപ്പൊ ലാലി പി എമ്മിനെ കുറ്റം പറഞ്ഞില്ല. നിന്നോട് ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പൊ ഒരു കുട്ടി മരണപ്പെട്ടതിന് ഇത്രമാത്രം ആക്രോശവും ഇത്രമാത്രം സങ്കടവും കാണിച്ചില്ല. നീ ഉണ്ടല്ല പലസ്തീനിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടപ്പോ എന്താ പറഞ്ഞത്? ആ കുഞ്ഞുങ്ങളെയും ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെയും അപമാനിക്കുകയല്ലേ നീ ചെയ്തത്? നന്നാറി ആർപ്പിക്കെ. എന്നിട്ട് നീ ഇപ്പൊ ഒരു കുട്ടി മരണപ്പെട്ടപ്പോ മുതലക്കണ്ണീർ ഒഴുക്കല്ലട്ടാ. ഇവിടെ ഒരു കുട്ടി മരണപ്പെട്ടപ്പോ മുതലക്കണ്ണീർ ഒഴുക്കിയാൽ നീ ഉണ്ടല്ല ആയിരക്കണക്കിന് കുട്ടികൾ മരണപ്പെട്ടപ്പോ ആ കുട്ടികളെ കളിയാക്കിയ ചെയ്തത്. അതാരും മറന്നിട്ടില്ല. വൃത്തികെട്ട ആർപ്പിക്കെ. പിന്നെ ഇവൻ പറഞ്ഞ വേറൊരു കാര്യത്തിന് നമ്മൾ അൻസാരി ഉസ്താദ് ഇവനെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? വാ. ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ അയൽവാസി അയാളുടെ വീട്ടിലെ വെളിച്ചം നിങ്ങൾക്ക് കാഫിറാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. തുണി എന്തിനാ എങ്ങനെ പിടിച്ചിരിക്കുന്ന? എന്റെ പൊന്നാര അപ്പൊ നിനക്കറിയത്തില്ലേ, അന്യമതസ്ഥർ അപ്പുറത്ത് താമസിക്കുന്ന വേണു സാർ അന്യമതസ്ഥരുടെ പ്രകാശം പോലും മുസ്ലിമിന് തട്ടിക്കൂടാ, ഹറാമാണ്. അറിയത്തില്ലേ? അന്യമതസ്ഥരുടെ വെളിച്ചം പോലും നമുക്ക് ഹറാമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഇസ്ലാമിലുണ്ടോ? നമ്മളെ ഇസ്ലാമിലുണ്ടോന്ന് അറിയത്തില്ല, ആരിഫ് ഹുസൈൻ ഇതൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അന്യമതസ്ഥരുടെ വേണു സാറിന്റെ പ്രകാശം, വേണു സാറേ വെട്ട അല്പം പോലും ഇങ്ങോട്ട് വരരുത് കേട്ടാ. ഞാൻ മാക്സിമം പിടിച്ചിട്ടുണ്ട് വേണു സാറിനെ. ഇങ്ങോട്ട് വെളിച്ചം വരാതിരിക്കാൻ വേണ്ടി വേണു സാറിനെ ഈ ഹറാമ് തട്ടിയ തീർന്നില്ലേ? പടച്ചവനെ കാത്തോണേ. കണ്ട ആർപി ഹുസൈന്റെ കാര്യം കണ്ട. സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് ഇവൻ തന്നെ ഖുർആൻ ഉണ്ടാക്കും, ഇവൻ തന്നെ പുതിയ പുതിയ ഹദീസുകൾ ഉണ്ടാക്കും. എന്നിട്ട് പച്ചക്കള്ളങ്ങള് നാണും മാറിലാണ് ഇങ്ങനെ വിളിച്ചു പറയൂ. ഇവൻ വെള്ളത്തിന്റെയും വെളിച്ചത്തിന്റെയും കാര്യം പറയുമ്പം ഞാൻ ഓർക്കുന്ന എന്താ അറിയാ, എന്റെ വീടെടുക്കുന്ന സമയത്ത് എനിക്ക് വെള്ളം വിളിച്ചു തന്ന ബഷീർ ഖാന്റെ കാര്യമാണ്. 1.5 വർഷത്തോളം ആ ബഷീർ ഖാന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വെള്ളം എടുത്തത്. 1.5 വർഷം കഴിഞ്ഞിട്ടാ ഞാൻ കിണർ കുഴിച്ചത്. എന്റെ വീടിന്റെ പണി തീരുന്നത് വരെ ആ വീട്ടിൽ നിന്നാണ് ഞാൻ മൊത്തം കറണ്ട് എടുത്തത്. അപ്പൊ വെള്ളവും വിളിച്ചു തന്ന ബഷീർ ഖാൻ. നിങ്ങൾ ഈ ആർപി ഹുസൈൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലേ? എന്റെ ബഷീർ ഖാന്റെ മുന്നിലെങ്ങാനും ഈ ആർപി ഹുസൈൻ പെട്ട് കഴിഞ്ഞാല് ആർപി ഹുസൈന്റെ അവസ്ഥയാലിച്ചട്ടെ, എന്റെ പരനാറി ആർപിക്കെ നീ ഓടും, കണ്ടം വഴി ഓടും. ഇവനെ പോലുള്ള ആർപി ഹുസൈന്മാരുണ്ടല്ല ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാലേ സംഖ്യക്ക് സുഖം ഉണ്ടാവും. സംഖ്യകൾ സുഖിച്ചാൽ മാത്രമേ ഇവനെ പോലുള്ള നാറികൾക്കുണ്ടല്ല ഫണ്ട് കിട്ടൂ. ആ ഫണ്ടിന് വേണ്ടി എന്ത് നാരിത്തരവും ഇവനെ പോലുള്ള നന്നാറി ആർപികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആർപിക്കെ വിവരമുള്ള മലയാളികൾ കേൾക്കുക. വിവരമുള്ള ദിവ്യ സയ്യറെ പോലുള്ളവർ പറഞ്ഞ വാക്കുകളാണ്. നിന്നെപ്പോലുള്ള വിവരം കെട്ടവർ പറയുന്നത് കേൾക്കുക. നിന്നെപ്പോലെ തന്നെ വിവരമില്ലാത്ത സംഘികൾ മാത്രമാണ്. ഒരു ദിവസം സംഘികൾ നിന്നെ ഒഴിവാക്കും. നീ നോക്കിക്കോ, കാത്തിരുന്ന് കാണാം നമുക്ക് ആ കാഴ്ച. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ദിവ്യ സയ്യർക്കും എന്റെ ഒരു നല്ല സുലാൻ.